പാകിസ്ഥാനെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഇന്ത്യയുടെ ത്രിതല സൈനികാഭ്യാസം അടുത്തയാഴ്ച നടക്കാനിരിക്കുകയാണ്. ഭയത്തിലാണ്ട പാകിസ്ഥാനാകട്ടെ വ്യോമപാതകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ സൈനികാഭ്യാസത്തിനാണ് ഇന്ത്യ കോപ്പുകൂട്ടുന്നത്. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനമായിരിക്കും പാകിസ്ഥാൻ അതിർത്തിയിലെ സർ ക്രീക്കിന് സമീപം നടക്കുക എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് അടുത്ത ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന ആശങ്കയ്ക്കിടെയാണ് സർ ക്രീക്കിൽ സൈനികാഭ്യാസത്തിന് രാജ്യം മുതിരുന്നത്. ഇതുതന്നെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നതും വ്യോമപാതകൾ അടയ്ക്കുന്നതിലേക്ക് എത്തിച്ചതും. പാകിസ്ഥാന്റെ മധ്യദക്ഷിണ വ്യോമപാതകളിൽ നോട്ടാം അഥവാ നോട്ടീസ് ടു എയർമെൻ നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും നോട്ടാമിൽ വിശദീകരിച്ചിട്ടൊന്നുമില്ല എങ്കിലും സൈനികാഭ്യാസവുമായോ ആയുധ പരീക്ഷണവുമായോ ബന്ധപ്പെട്ടാകാം പാകിസ്ഥാന്റെ നടപടിയെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ മാസം 30 ആരംഭിച്ച് നവംബർ 10 വരെ നീളുന്ന ബൃഹത്തായതും ശക്തിമത്തായതുമായ സൈനികാഭ്യാസത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 28, 29 തീയതികളിൽ പാക് വ്യോമപാതകളിലൂടെ സഞ്ചരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രത്യേകിച്ച് കാരണമൊന്നും നോട്ടാമിൽ പാകിസ്ഥാൻ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യ തൃശൂൽ സൈനികാഭ്യാസം നടത്താൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമപാത അടയ്ക്കാൻ തീരുമാനിച്ചത് എന്നത് സ്വാഭാവികമായും ഇന്ത്യയുടെ സൈനികാഭ്യാസത്തെ ഭയന്നിട്ട് തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ. ഫലത്തിൽ ഈ സൈനികാഭ്യാസം പാകിസ്ഥാന് വലിയൊരു ഭീഷണിയല്ലെങ്കിലും രാജ്നാഥ് സിംഗിന്റെ ഒരു മുന്നറിയിപ്പ് പ്രസ്താവന വന്ന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ സൈനികാഭ്യാസത്തിന് കോപ്പുകൂട്ടുന്നു എന്നുള്ളത് പാകിസ്ഥാന്റെ നെഞ്ചിൽ ആധി പരത്തിയിട്ടുണ്ട്. സർ ക്രീക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും ആകെ മാറ്റുന്ന സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നാണ് രാജ്നാഥ് സിംഗ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. കര, നാവിക, വ്യോമസേനകൾ ഉൾപ്പെടുന്ന അഭ്യാസമാണ് തൃശൂൽ സൈനികാഭ്യാസത്തിൽ നടക്കുക. സേനകളുടെ സംയുക്ത പ്രവർത്തനശേഷി, ആത്മനിർഭരത, നൂതനാശയങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വൈവിധ്യമാർന്നതും വെല്ലുവിളി നിറഞ്ഞതുമായ ഭൂപ്രദേശങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സതേൺ കമാൻഡിൽ നിന്നുള്ള സൈനികർ പങ്കെടുക്കുമെന്നും ക്രീക്ക്, മരുഭൂമി മേഖലകളിലെ ആക്രമണാത്മക നീക്കങ്ങൾ, സൗരാഷ്ട്ര തീരത്തെ ഉഭയജീവി ഓപ്പറേഷനുകൾ, സംയുക്ത മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻ അഭ്യാസങ്ങൾ എന്നിവയും പരിശീലനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വിശകലന വിദഗ്ധൻ ഡാമിയൻ സിമോൺ പങ്കുവച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം 28,000 അടി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് തൃശൂൽ അഭ്യാസത്തിനായി നീക്കിവച്ചിരിക്കുന്ന വ്യോമപരിധി. മെയ് 7 നടന്ന ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരം നിഴൽ യുദ്ധങ്ങൾ പതിവാണ്. ഇരു രാജ്യങ്ങളും സൈനികാഭ്യാസങ്ങൾക്കായി അതിർത്തികളിൽ നോട്ടാമുകൾ പുറപ്പെടുവിക്കാറുമുണ്ട്. എന്നാൽ സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക സംയുക്താഭ്യാസങ്ങളിൽ ഒന്നായാണ് തൃശൂലിനെ വിശേഷിപ്പിക്കുന്നത്. തെരഞ്ഞെടുത്ത പ്രദേശവും പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും അസാധാരണമാണ് എന്ന് ഡാമിയൻ സിമോൺ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ഇന്ത്യൻ പ്രവിശ്യയിൽ ഗുജറാത്തിനും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കുമിടയിൽ ജനവാസമില്ലാത്തതും എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമായ ഒരു ചതുപ്പ് നിലമാണ് സർ ക്രീക്ക്. 96 കിലോമീറ്ററാണ് സമുദ്രപാതകളിലേക്കുള്ള പ്രവേശനത്തെ സ്വാധീനിക്കുന്ന ഈ അഴിമുഖത്തിന്റെ വിസ്തീർണം. ഇത് സർ ക്രീക്കിനെ സുരക്ഷയ്ക്കും സൈനിക ആസൂത്രണത്തിനും തന്ത്രപരമായി പ്രാധാന്യമുള്ളതാക്കുന്നു. സർ ക്രീക്കിന്റെ മധ്യത്തിലൂടെയാണ് അതിർത്തിയെന്ന് ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ കിഴക്ക് ഭാഗത്തായി ഇന്ത്യൻ പ്രദേശത്താണ് അതിർത്തി എന്നാണ് പാകിസ്ഥാന്റെ വാദം. സർ ക്രീക്ക് പ്രദേശത്ത് പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൗകര്യ നിർമ്മാണം ഊർജിതമാക്കിയതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് സാഹസത്തിന് മുതിർന്നാൽ വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയത്. ഈ മുന്നറിയിപ്പ് വന്ന് ദിവസങ്ങൾക്കകം ഇന്ത്യ ത്രിതല സൈനികാഭ്യാസത്തിന് കോപ്പുകൂട്ടുന്നതാണ് പാകിസ്ഥാനിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്.